കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിലെ രോഗികളുടെ മരണത്തിൽ അടിയന്തര മെഡിക്കൽ യോഗം ഉടൻ ചേരും. മരിച്ച 5 രോഗികളുടെയും മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു. ബന്ധുക്കൾ നൽകിയ പരാതിയിൽ മെഡിക്കൽ കോളേജ് പോലീസ് കേസെടുത്തിട്ടുണ്ട്. ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്ന് വീഴ്ച ഉണ്ടായതായി മരിച്ച നസീറയുടെ ബന്ധുക്കൾ ആരോപിച്ചു. അവിടെ വെന്റിലേറ്ററിലായിരുന്നു, ICUവിൽ, എമർജൻസി ICUവിലായിരുന്നു, വെന്റിലേറ്ററിലായിരുന്നു. അതുകൊണ്ട് പെട്ടെന്ന് ഇത് ഉണ്ടായത് ഞങ്ങൾ പുറത്തോട്ട് ഇറക്കുന്നതിൽ വെന്റിലേറ്റർ സഹായം ഇല്ലായിരുന്നു. പിന്നെ അവിടുന്ന് ഇറക്കുന്ന ടൈം, അതായത് എമർജൻസി ഡോറ് കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അവിടെ എൻ്റെ സിസ്റ്റർ മാത്രമല്ല, എല്ലാവരുടെ കാര്യവും അങ്ങനെ തന്നെ ആയിരുന്നു. അവിടെ ഞങ്ങൾ ICUന്ന് എല്ലാവരും പുറത്തോട്ട് ഇറക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിലും അവിടുന്ന് ഷിഫ്റ്റ് ചെയ്യാനുള്ള ഇതും പിന്നെ മാറ്റാനുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ടായിരുന്നു. പുറത്തോട്ട് ഇറക്കിയിട്ട് പിന്നെയും 15 മിനിറ്റോളം ഇരിക്കേണ്ടി വന്നു. അത് കഴിഞ്ഞിട്ടാണ് മേലെ ICUലേക്ക് എത്തിയത്. സൂപ്രണ്ട് പറഞ്ഞു അവരെ ഭാഗത്തുനിന്ന് വന്ന വീഴ്ചകളല്ലാന്ന്. അതൊരിക്കലും അവരങ്ങനെ പറയാൻ പാടില്ല. സംഭവത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടിരിക്കുന്നു. ആശുപത്രിയുടെ നിർമ്മാണത്തിലും മേൽനോട്ടത്തിലും പിഴവുകൾ ഉണ്ടെന്നും ആശുപത്രി സൂപ്രണ്ട് ഭാഗത്തു നിന്നുണ്ടായത് കടുത്ത അലംഭാവമെന്നും DCC പ്രസിഡന്റ് K പ്രവീൺകുമാർ ആരോപിച്ചു. ഇന്നത്തെ സൂപ്രണ്ട് ഈ വിവരം പറഞ്ഞ് ഞങ്ങളൊക്കെ വിളിച്ചപ്പോൾ, ഞാനും MB ഒക്കെ വിളിച്ചപ്പോൾ നിസ്സാരവർക്ക് ഇത് സംസാരിച്ചത്. പക്ഷേ പ്രിൻസിപ്പളും മറ്റു ആളുകളെ കൂടെ വളരെ നന്നായി സേവനം നടത്തി. അത് ഞാൻ മോശം പറഞ്ഞില്ല. പക്ഷേ സൂപ്രണ്ടിൻ്റെ ഭാഗത്ത് നിന്ന് ഇന്നലെ അലംഭാവം, അധികൃതരുടെ ഭാഗത്ത് നിന്ന് നിരന്തരമായിട്ട് അലംഭാവം, അതൊക്കെ തന്നെയാണ്. അത് ഞാൻ പറഞ്ഞത്, ഇതിൻ്റെ പ്രതിരോധ പ്രവർത്തനത്തിലുണ്ടായ തടസ്സങ്ങളും അന്വേഷണ വിധേയമാക്കണം. നിർമ്മാണത്തിൽ വീഴ്ചയുണ്ട് ഇന്നലെ പറഞ്ഞത്, ഞങ്ങൾ അന്ന് മുതൽ പറയുന്നു. നിർമ്മാണത്തിലും മെയിൻ്റനൻസിലും വീഴ്ചയുള്ളത് അന്ന് മുതൽ പറയുന്നു. അടിയന്തരമായി ഇന്ന് തന്നെ ബദൽ സംവിധാനം ഉണ്ടാക്കണം, കാഷ്വാലിറ്റി പ്രവർത്തിക്കണം, മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യണം, സമഗ്രമായ അന്വേഷണം വേണം. മെഡിക്കൽ ബോർഡ് കൂടി സാഹചര്യം വിലയിരുത്താൻ ആരോഗ്യമന്ത്രി കോഴിക്കോട്ടേക്ക് എത്തും എന്ന വിവരങ്ങൾ കൂടിയുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി രതീഷ് വാസുദേവനാണ് കോഴിക്കോടും തത്സമയം നമുക്കൊപ്പം ചേരുന്നത്. രതീഷ്, വളരെ ഗുരുതരമായിട്ടുള്ള കൃത്യവിലോപം ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് പ്രതിപക്ഷമായിട്ടുള്ള കോൺഗ്രസ് അവിടെ ആരോപിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട സാഹചര്യം 4 പേർക്ക് ജീവൻ നഷ്ടമായിട്ടുണ്ട്. അത് ഈ പുക കൊണ്ടല്ല എന്ന് ആശുപത്രി അധികൃതർ വിശദീകരിക്കുന്നുണ്ടെങ്കിലും അവരുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എപ്പോഴാണ് പുറത്തുവരിക? പോസ്റ്റ്മോർട്ടം പൂർത്തിയായോ? ഈ കേസിന്റെ വിവരങ്ങൾ എന്തൊക്കെയാണ്? എപ്പോഴാണ് മെഡിക്കൽ ബോർഡ് യോഗം? ആരോഗ്യമന്ത്രി എത്തിയോ? രതീഷ്. ബിനിൽ, തീർച്ചയായും വലിയ ആക്ഷേപവും ആരോപണമാണ് ആരോഗ്യവകുപ്പിന് നേരെ ഉയർന്നിട്ടുള്ളത്. കാരണം ഇത് പ്രായോഗികമായി ന്യായീകരിക്കാവുന്ന ഒരു ആക്ഷേപമല്ല. കാരണം ആധുനിക രീതിയിലുള്ള ഈ കെട്ടിടം ഉണ്ടായിട്ട് വളരെ കുറഞ്ഞ കാലമേ ആയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഒരു സംവിധാനം എന്തുകൊണ്ട് സംഭവിച്ചു, എന്തുകൊണ്ട് ഒരു പിഴവ് സംഭവിച്ചു എന്നതിനെ സംബന്ധിച്ച് കൃത്യമായ വിശദീകരണം ആരോഗ്യവകുപ്പിന്റെ അധികൃതർ നൽകേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് സംബന്ധിച്ചുള്ള വലിയ തരത്തിലുള്ള ഗൗരവമായ അന്വേഷണങ്ങളിലേക്ക് പോകേണ്ടതുണ്ട്. ഇനിയിപ്പോൾ ഉച്ചയോടെ ആരോഗ്യമന്ത്രി ഇവിടെ എത്തും. ഇപ്പോൾ അല്പസമയങ്ങൾക്കുള്ളിൽ ഉന്നതതല മെഡിക്കൽ ബോർഡ് യോഗം ആരംഭിക്കും. ഇത് സംബന്ധിച്ച് എന്താണ് ഇനി ബാക്കി പ്രായോഗികമായ അടുത്ത ഘട്ടത്തിലേക്കുള്ള കാര്യങ്ങൾ എന്നത് ആരോഗ്യവകുപ്പിന്റെ ഈ മെഡിക്കൽ ബോർഡിന്റെ യോഗത്തിന് ശേഷമായിരിക്കും തീരുമാനിക്കുക.